കെപിസിസി അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. കെപിസിസി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണം. വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരും പദവി ഏറ്റെടുത്തു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ്. ജനാധിപത്യം നാടിന് നൽകിയത് കോൺഗ്രസ് ആണ്. മതേതരത്വത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ പിതാവിന്റെ ജീവൻ ബലി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഇന്ദിരാ പ്രിയദർശിനിയുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാഷ്ട്രത്തിന്റെ ശില്പി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ നിർമ്മിച്ചത്. ഐക്യത്തിന്റെ കണ്ണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഐക്യം തകർക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്ന ശക്തികൾ നമുക്ക് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് ഭരണത്തിൽ എതിരായി ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തെ നേരിടാൻ കഴിയാതെ ബ്രിട്ടീഷുകാര് സ്വീകരിച്ച തന്ത്രം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതായിരുന്നു ബ്രിട്ടീഷുകാര് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനെതിരായി സ്വീകരിച്ച തന്ത്രമെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ BJP, ഇന്ത്യയിൽ അതേ കുതന്ത്രം സ്വീകരിക്കുന്നു. അവർ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാനാണ്. അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും? അതിനെ തടയാൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗൗരവമേറിയ അഴിമതി ആരോപണത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല.